ഒരിക്കൽ മഹാവിഷ്ണു ഭഗവാൻ ശിവനെ കാണാനായി കൈലാസ പർവ്വതത്തിലെത്തി. കൈലാസത്തിന്റെ കവാടത്തിൽ ഗരുഡനെ കാവൽ നിർത്തിയിട്ട് മഹാവിഷ്ണു ഉള്ളിലേക്ക് കയറിപ്പോയി. കാത്തു നിൽക്കുന്നതിനിടെ ഗരുഡൻ കൈലാസത്തിന്റെ ദിവ്യമായ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. അപ്പോഴാണ് അടുത്തു തന്നെ അതിമനോഹരമായ ഒരു ചെറിയ കിളിയെ കണ്ടത്. ആ പക്ഷി വളരെ ലോലവും സുന്ദരവുമായിരുന്നു. അത് കണ്ടപ്പോൾ ഗരുഡന്റെ മനസ്സിൽ വാത്സല്യം നിറഞ്ഞു. ആ സമയം മരണദേവനായ യമൻ കൈലാസത്തിലെത്തി. യമൻ ആ ചെറിയ കിളിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ഞെട്ടൽ നിഴലിച്ചു. ഇത് ശ്രദ്ധിച്ച ഗരുഡൻ ആ കിളിയുടെ മരണം അടുത്തെത്തിയെന്നും അതിന്റെ ആത്മാവിനെ കൊണ്ടുപോകാനാണ് യമരാജൻ വന്നതെന്നും പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ദയവുള്ളവനായിരുന്ന ഗരുഡന് ആ പാവം കിളി മരിക്കുന്നത് സഹിക്കാനായില്ല. അദ്ദേഹത്തിന് ആ കിളിയോട് വലിയ അനുകമ്പ തോന്നി. അതിനാൽ ഗരുഡൻ അതിനെ മെല്ലെ തന്റെ കാൽ നഖങ്ങൾക്കിടയിലെടുത്ത് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം ഒരു നിബിഡ വനത്തിലേക്ക് പറന്നു. അവിടെ ഒരു ഉയർന്ന പാറക്കൂട്ടത്തിൽ കിളിയെ സുരക്ഷിതമായി വെച്ച് അതിന്റെ ജീവൻ രക്ഷിച്ചതിൽ സംപ്രീതനായി ഗരുഡൻ കൈലാസത്തിലേക്ക് മടങ്ങി. മഹാദേവനെ കണ്ട ശേഷം യമൻ പുറത്തിറങ്ങിയപ്പോൾ ഗരുഡൻ അദ്ദേഹത്തോട് ചോദിച്ചു, യമദേവ, അങ്ങ് നേരത്തെ ആ ചെറിയ കിളിയെ കണ്ടപ്പോൾ മുഖത്തൊരു ഞെട്ടലുണ്ടായിരുന്നല്ലോ, അതിന്റെ കാരണം എന്തായിരുന്നു? യമൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഗരുഡ, ആ കിളിയെ കൈലാസത്തിൽ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. കാരണം അതിന്റെ മരണം വളരെ അടുത്തെത്തിയിരുന്നു. എന്നാൽ ഇവിടെ വെച്ചല്ലത് സംഭവിക്കേണ്ടതെന്നും എനിക്കറിയാമായിരുന്നു. ദൂരെ എങ്ങോ ഉള്ള വനത്തിലെ ഉയർന്ന പാറക്കൂട്ടത്തിൽ വെച്ച് ഒരു സർപ്പത്തിന്റെ ആഹാരമായി ആ കിളി മരിക്കണമെന്നായിരുന്നു വിധി. അത്രയും ചെറിയ കിളി എങ്ങനെ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് അത്ര ദൂരം എങ്ങനെ സഞ്ചരിക്കും എന്നതുകൊണ്ടാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. എന്നാൽ താങ്കൾ അതിനെ അവിടെ എത്തിച്ച സ്ഥിതിക്ക് അതിന്റെ വിധി ആ സർപ്പം തീർച്ചയായും നിറവേറ്റിയിട്ടുണ്ടാകും. ഇത് കേട്ടപ്പോൾ ഗരുഡന് ആഴമായ സത്യം മനസ്സിലായി. എത്ര ശ്രമിച്ചാലും ആർക്കും മരണത്തിൽ നിന്നോ വിധിയിൽ നിന്നോ ഒളിച്ചോടാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞത്, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക, എന്നാൽ സംഭവിക്കുന്നത് എന്റെ ഇഷ്ടമാണ്. എങ്കിലും നീ നിന്റെ ഇഷ്ടത്തെ എന്റെ ഇഷ്ടവുമായി യോജിപ്പിച്ചാൽ അപ്പോൾ സംഭവിക്കുന്നത് നീ ആഗ്രഹിക്കുന്നത് തന്നെ ആയിരിക്കും.